മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനം കോഴ ആരോപണങ്ങളിൽ പോരടിച്ച് ഭരണ പ്രതിപക്ഷ മുന്നണികൾ. ബി.ജെ.പി. ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡയിൽ നിന്ന് പണം പിടിച്ച സംഭവം ഉന്നയിച്ച് പ്രതിപക്ഷവും സുപ്രിയ സുലെ, നാനാ പട്ടോളെ എന്നിവർക്കെതിരെയുള്ള സാമ്പത്തിക തട്ടിപ്പാരോപണം ചൂണ്ടിക്കാട്ടി ഭരണപക്ഷവും ഇന്ന് പോരടിക്കുന്നത് കണ്ടു. മുംബൈക്കടുത്ത് വീരാറിലെ ഒരു ഹോട്ടലിൽ വെച്ച് പണവുമായി ദേശീയ ജനറൽ സെക്രട്ടറി പിടികൂടിയ സംഭവം ബി.ജെ.പിക്ക് കനത്ത നാണക്കേടാണ്. തന്നെ കൊടുക്കാൻ ബഹുജൻ വികാസ് അഘാടി എന്ന പാർട്ടി നടത്തിയ നാടകമെന്നാണ് വിനോദ് താവഡെ ഇന്നും പ്രതിരോധിക്കുന്നത്. വോട്ടർമാർക്ക് പണം നൽകാൻ താൻ മണ്ടനല്ലെന്നും പറയുന്നു. എന്നാൽ വിവാദം വോട്ടർമാർക്കിടയിൽ എങ്ങനെ സ്വാധീനിക്കുമെന്ന ആശങ്ക NCP നേതാവ് അജിത് പവാർ മറച്ചുവെച്ചില്ല. വോട്ടിന് കോഴ ആരോപണം പ്രതിസന്ധിയിലാക്കിയതിന് പിന്നാലെ രാത്രിയോടെയാണ് ബി.ജെ.പി. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ വാർത്താ സമ്മേളനം വിളിച്ച് ആരോപണം ഉന്നയിച്ചത്. ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസുകളിലൊന്നിൽ NCP ശരത് പവാർ വിഭാഗം നേതാവ് സുപ്രിയ സുലെയ്ക്കും കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോളയ്ക്കും പങ്കുണ്ടെന്നായിരുന്നു ആരോപണം. ഇരുവരുടെയും എന്ന് തോന്നുന്ന ഓഡിയോ സന്ദേശവും പുറത്തുവിട്ടു. എന്നാൽ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഓഡിയോ എന്ന് ആർക്കും മനസ്സിലാകുമെന്ന് നാനാ പട്ടോളെ ഇന്ന് പറഞ്ഞു. ആരോപണവും ശബ്ദ സന്ദേശവും അപ്പാടെ വ്യാജമെന്ന് പറഞ്ഞ സുപ്രിയ സുലെ രാത്രി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സൈബർ ക്രൈം വിഭാഗത്തെയും സമീപിച്ചു. ആരോപണം ഗുരുതരമാണെന്നും അന്വേഷണം വേണമെന്നും ബി.ജെ.പി. നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസ് ഇന്ന് ആവശ്യപ്പെട്ടു. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.